എന്ത് വേണമെന്നാണ് നീ പറയണ? എന്തിനാണ് നീ തിരക്കിട്ട് ചേച്ചിനെയൊക്കെ വിളിച്ച് വരുത്തിയത്? ഇപ്പം കാര്യം പറ. അല്ലെങ്കിൽ എനിക്കറിയാം നമുക്ക് എപ്പോഴും എൻ്റെ കാര്യത്തിലൊരു ഉഴപ്പാണ്. ഞാൻ പറയണ ഒരു കാര്യവും ചെയ്യൂല. ഞാനിത് നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പം നടക്കൂല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. 6 മാസം ആയാലും എന്താണ്, കല്യാണം കഴിക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. എടി പെണ്ണെ, നിനക്കിപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ട് കല്യാണം കഴിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 6 മാസമല്ലേ ആവണുള്ളൂ. നീ കുറച്ച് നേരം അമ്മയുടെയൊക്കെ കൂടെയൊക്കെ നിൽക്ക്. ഇത്ര തിരക്ക് പിടിച്ച് ഇത്ര വലിയ ബാധ്യതകളൊക്കെ എടുത്ത് വെക്കണോ? ഓ, അതൊക്കെ ചേച്ചിക്ക് മനസ്സിലാവൂല. ചേച്ചി ആഘോഷിക്കല്ലേ കല്യാണം കഴിച്ചിട്ട്. ചേച്ചി മാത്രം അങ്ങനെ ആഘോഷിക്കണ്ട, എനിക്കും ആഘോഷിക്കണം. എനിക്കിവിടെ കിടന്ന് മടുത്ത്. നമുക്ക് പണിയെടുത്ത് കൊടുക്കാനും, നമുക്ക് സവാള അരിയാനും, നമുക്ക് ചിക്കൻ കറി ചിക്കൻ സഹായിക്കാനും, അമ്മ കലക്കി സഹായിക്കാനൊക്കെ ഒന്നും എനിക്കൊണ്ട് പറ്റുമൊന്നുമില്ല. കല്യാണം കഴിച്ചിട്ട് അടിച്ച് പൊളിച്ച് കിടക്കണം. ഹണിമൂൺ പോകണം, ടൂറ് പോകണം, പിന്നെ ബൈക്കിൻ്റെ പുറകിൽ നിന്ന് ട്രിപ്പ് പോകണം. അങ്ങനെ അടിച്ച് പൊളിക്കണം എനിക്ക്. ഇവിടെ ഇരുന്നാൽ അതൊന്നും നടക്കുന്നൊന്നുമില്ല. ഞാൻ മിണ്ടാണ്ടിരുന്നാലേ 10 കൊല്ലം കഴിഞ്ഞാൽ എന്നെ ഇവർ കെട്ടിച്ചു വിടൂല. ചേച്ചിക്ക് നല്ല സുഖമായിട്ട് കല്യാണം കഴിച്ച് പോകാൻ പറ്റി. എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിലേ വേറെ ആരും നോക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും അഭിപ്രായം പറയണ്ട. 1 മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിക്കൊള്ളണം, ആരായാലും ശരി. അവളോട് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അമ്മ എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യും, അവളുടെ ഇഷ്ടം പോലെ തന്നെ അവളുടെ കല്യാണം നമുക്ക് വേഗം നടത്തി കൊടുക്കാം. അച്ഛനോ തന്നെയാണ് പറഞ്ഞത്. നല്ലത് എന്തെങ്കിലും വരെയാണെങ്കിൽ എന്തെങ്കിലും കാണിച്ച് നടത്താമെന്നാണ് പറയണത്. തലക്ക് ദൂര്യം തരണ്ടേ? അവളുടെ വിചാരം ഇവിടെ എടുക്കണ സവാളരിയലും ചിക്കൻ കറി ഇളക്കലൊക്കെയാണ് അവളുടെ വലിയ പണിയെന്നാണ് അവൾ വിചാരിച്ചു വെച്ചേക്കണം. കല്യാണം കഴിഞ്ഞാൽ സുഖവാസമെന്നാണ് അവളുടെ വിചാരം. അവൾ ഈ 2026 നൂറ്റാണ്ടിലൊന്നും ജീവിക്കുന്നവളല്ല. അവളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടി അവിടെ ഇവിടെയൊക്കെ പോണ കണ്ടിട്ട് അതിൽ മയങ്ങി നിൽക്കണേണ് അവൾ. അതാണ് ജീവിതം എന്നാണ് അവളുടെ വിചാരം. ഇനി അവളോട് എന്ത് തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമുക്കറിയാലോ അവളുടെ വാശി. അല്ലിപ്പോൾ എവിടെ പോയി ചെക്കനെ കണ്ടുപിടിക്കാനാണെങ്കിൽ 1 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ എവിടെ പോയി കണ്ടുപിടിക്കും? എൻ്റെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഗവൺമെൻറ് ജോലിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്വഭാവമാണ്. ഒരമ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊന്ന് നോക്കാം. നടക്കുകയാണെങ്കിൽ അങ്ങനെ നടന്നു പോട്ടെ. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാം. 1 മാസത്തിനുള്ളിൽ നടക്കൂല്ലെങ്കിൽ ഒരു 1.5 മാസത്തിനുള്ളിൽ നമുക്ക് ഒരു ചെക്കൻ ഒപ്പിച്ചു കൊടുക്കാം. അവളിവിടെ നിന്ന് ഈ പണിയിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. അതിനുവേണ്ടി കല്യാണം കഴിക്കാനാണെങ്കിൽ നല്ല ചേലായി. കല്യാണം കഴിയുമ്പോൾ പഠിച്ചോളൂ. എൻ്റെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടല്ലോ, ഞാനിതൊക്കെ ഉരുത്തരാം. പിന്നെ ലോക്കറിലേക്ക് കുറച്ചിരിപ്പുണ്ടല്ലോ, അതും തരാം. പിന്നെ അമ്മക്കൊരു ചിട്ടിയൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്ക്. എന്നിട്ട് എത്രയും വേഗം അവളെ കെട്ടിച്ചു വിട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ചേച്ചി എന്താണ് പറയാണ്ട് വന്നത്? ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ്. അപ്പം നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. നീ അങ്ങോട്ട് വിളിക്കലും അങ്ങോട്ട് വരലൊന്നും ഇല്ലല്ലോ. എനിക്ക് എൻ്റെ അനിയത്തിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും ഓർക്കും ഒരു തിരക്കായിട്ടേ. എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ ജീവിതമൊക്കെ? നീ വിചാരിച്ചോളി സുഖമാണോ? അത്ര സുഖമൊന്നുമില്ല ചേച്ചി. എന്തൊക്കെ സ്വപ്നം കണ്ട് വന്നതാണ് ഞാൻ. ഇവിടുത്തെ അടുക്കളപ്പണി മുഴുവനും ആ തള്ള എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കഞ്ഞി വെക്കണം, കറി വെക്കണം, 4 മണിക്ക് എഴുന്നേക്കണമെന്ന്. ആ തള്ളക്ക് 6 മണിക്കും രാവിലത്തെ ഫുഡ് കഴിക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറണമെങ്കിൽ തന്നെ. ആണോ? ഹണിമൂൺ പോയില്ലേ? ഹണിമൂൺ ഇവിടുത്തെ ആ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ പോലും എന്നെ ഇന്ത്യ വരെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയൊക്കെ എപ്പം നോക്കിയാലും ജോലി തിരക്കാണ്. ജോലിയുള്ള ആളെ കെട്ടണ്ടായിരുന്നു.
വീട്ടിലായിരുന്നെങ്കിൽ അമ്മക്ക് എന്തെങ്കിലും സവാളയൊക്കെ അരിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ ഉള്ള പണി മുഴുവനും ഞാൻ ചെയ്യണം. രാത്രി ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും എൻ്റെ ശ്വാസം മേപ്പോട്ടും ഇല്ല താഴത്തോട്ടും ഉണ്ടാവില്ല. പിന്നെ എവിടെ നിന്ന് ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യാനാണ്? കാണാന്ന് വർത്താനം പറഞ്ഞിരിക്കേണ്ട, അതിങ്ങ് കൊണ്ടുപോവാ. ദേ കൊണ്ടതാ. അടുക്കളയിൽ ഒരു പണി എടുക്കൂല, എന്നാലും എല്ലാത്തിൻ്റെ മേൽനോട്ടം വഹിക്കണം. മര്യാദക്ക് അവിടെ വരെ ജോലിയും എടുത്ത് എന്തെങ്കിലുമൊക്കെ കഞ്ഞിയും കറിയും അമ്മ വെക്കണത് തിന്നോണ്ടിരുന്നാൽ മതിയായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് സുഖമായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിന് കഴിക്കൂലായിരുന്നു. ജിത്തു എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. അവൾക്ക് ഇവിടെ സുഖമാണ്, അവളെ പുറത്ത് കൊണ്ടുപോകാറുണ്ട്, ആഴ്ചയിലെ ദിവസമൊക്കെ പുറത്ത് കൊണ്ടുപോകാറുണ്ട്, അവൾ ചോദിക്കണൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. ഇടക്കൊക്കെ കൊണ്ടുപോകും, എന്നാലും കൂടുതൽ സമയം പണിയാണ്. അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ്റെ ആളായിരിക്കുമെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് ഇത്ര പണിയൊന്നും വീട്ടിലുണ്ടാവൂല, അതാണ്. നിനക്കായിരുന്നില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥത. മര്യാദക്ക് ആ വീട്ടിൽ നിൽക്കണമായിരുന്നെങ്കിൽ ഈ സവാള അരിഞ്ഞു കൊടുത്ത് ചിക്കൻ കറി ഇളക്കിയൊക്കെ നടന്നാൽ മതിയായിരുന്നില്ലേ? ഇതിപ്പോ നല്ല കാര്യം ഉണ്ടായിരുന്ന നിനക്ക്. ശരിയാണ്, അത്രയും തിരക്ക് പിടിക്കണ്ടായിരുന്നു. ഇതാണ് ഒരു കാര്യത്തിൽ എടുത്ത് ചാടരുതെന്ന് പറയണത്, മനസ്സിലായ? ഇനി ആരെങ്കിലും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്നാ പറയുള്ളൂ. മര്യാദക്കാരനെങ്കിൽ നല്ല കല്യാണം ഞങ്ങൾ ആലോചിച്ച് നല്ല വീട്ടിലോട്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടായിരുന്നില്ലേ? കുഴപ്പമില്ല, ചെറുക്കൻ പിന്നെ ആ ചീത്ത സ്വഭാവം എന്നുള്ളതല്ലാത്തോണ്ട് കുഴപ്പമില്ല. കൊണ്ടുണ്ട് ഇങ്ങാടൊന്ന്. ദേ കൊണ്ടുവരാ, ഇപ്പൊ വരാട്ടെ ചേച്ചി.